കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ സജീവ ചർച്ചയാണ് ഹിജാബ് വിഷയം. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലാണ് സംഭവം. സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ് മുറിയിലെത്തുന്നു. ക്ലാസ്സിൽ കയറ്റുന്നില്ല, വിദ്യാർത്ഥിയെ പുറത്തു നിർത്തുന്നു. അതിനുശേഷം സ്കൂൾ മാനേജ്മെന്റ് ഇറക്കിയ പ്രസ്താവനയുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് മറ്റു കുട്ടികൾ ശിരോവസ്ത്രത്തെ ഭയത്തോടു കൂടിയാണ് കാണുന്നത് എന്ന്. അപകടകരമായ പ്രസ്താവനയാണ് സ്കൂൾ മാനേജ്മെന്റ് നടത്തിയത്. അതോടുകൂടി വിഷയം ചർച്ചയാകുന്നു. ചില സംഘടനകൾ അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തുന്നു, വർഗീയ ചേരിതിരിവിനുള്ള ശ്രമം നടത്തുന്നു. അതോടുകൂടി വിഷയം സംസ്ഥാന വ്യാപകമായി ചർച്ചയാകുകയും സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യുന്നു. AEOയോട് വിശദീകരണം തേടുന്നു. AEO ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളിന് നിർദ്ദേശം നൽകുന്നു. ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു. DDയുടെ നിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഇന്ന് കോടതി വിഷയം പരിഗണിക്കുകയും സ്റ്റേ അനുവദിക്കുകയും ചെയ്തില്ല. പകരം ഇത് സംബന്ധിച്ച് സർക്കാരിനോട് വിശദീകരണം തേടി അടുത്ത വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണം എന്നാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം കോടതിയെ അറിയിക്കണം, അതിനുശേഷം തീരുമാനമെടുക്കാം എന്നാണ്. സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്നാണ്. അതിനുവേണ്ടി കോടതിയിൽ ഹാജരായ സ്കൂൾ മാനേജ്മെന്റിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി അത് പരിഗണിച്ചില്ല. സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്, സ്റ്റേ ചെയ്തില്ല. എന്ന് വെച്ചാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന്. വേണമെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം, എത്രയും പെട്ടെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ അതിന് മുതിരുമോ സ്കൂൾ മാനേജ്മെന്റ് എന്നേ അറിയാനുള്ളൂ. അതല്ല, സിംഗിൾ ബെഞ്ചിന്റെ വിധി വരുന്നത് വരെ കാത്തിരിക്കുമോ എന്നതാണ്. അതിനിടയിൽ കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു ആ സ്കൂളിൽ ഇനി പഠിക്കുന്നില്ല, TC വാങ്ങി പോവുകയാണ് എന്ന്. അപ്പോഴും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായുള്ള പ്രിൻസിപ്പൽ നടത്തിയ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് സ്കൂൾ നിയമങ്ങൾ പാലിച്ച് വരികയാണെങ്കിൽ കുട്ടിയെ സ്വീകരിക്കും എന്നാണ്. ഈ സ്കൂൾ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലാണോ? കേരളത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് മുകളിലാണോ? അല്ല. ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളുണ്ട് ഓരോ പൗരനും. അത് നിഷേധിക്കാൻ എങ്ങനെയാണ് സ്കൂൾ മാനേജ്മെന്റിന് കഴിയുക? ആ ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി സ്കൂളിന്റെ ആവശ്യം, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശം, കുട്ടിക്ക് ഹിജാബ് ധരിച്ച് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരാം എന്ന, അത് അനുവദിക്കണം എന്ന നിർദ്ദേശം സ്റ്റേ ചെയ്തില്ല. സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം സ്കൂൾ മാനേജ്മെന്റിന്റെ, സ്റ്റേ ചെയ്തില്ല. എന്തുകൊണ്ട്? നമുക്ക് എല്ലാറ്റിനും മുകളിൽ ഭരണഘടനയുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിനു മുകളിലല്ല സ്കൂൾ. അതുകൊണ്ട് മാന്യമായി സ്കൂൾ മാനേജ്മെന്റ് ചെയ്യേണ്ടത് ശിരോവസ്ത്രം ധരിച്ച് വിദ്യാർത്ഥിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുക എന്നതാണ്. പക്ഷേ ഇനി ആ സ്കൂളിലേക്ക് ഇല്ല എന്ന നിലപാടെടുത്തു വിദ്യാർത്ഥിനി അവിടെ അവഹേളിക്കപ്പെടുകയാണ് ചെയ്തത്. ഇനി എങ്ങനെ സ്കൂളിൽ പോകും? എങ്ങനെ കൂട്ടുകാരികളുടെ മുഖത്ത് നോക്കും? എങ്ങനെ സ്കൂളിൽ അധ്യാപകരുടെ മുഖത്ത് നോക്കും? അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് ഇനിയില്ല. അവിടെ നിന്ന് TC വാങ്ങി മറ്റ് സ്കൂൾ ചേർന്ന് പഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് കുട്ടിയുടെ രക്ഷിതാവിനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സ്കൂളിലാണോ പ്രവേശനം വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി, അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും നൽകും, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് രക്ഷിതാവ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇത് ഭരണഘടനയെ തന്നെ, ഇന്ത്യയിലെ നിയമത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് ചെയ്തത്. അതാണ് കോടതി ഇപ്പോൾ പറയാതെ പറയുകയും ചെയ്തത്.